അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ്റെ വെറൈറ്റിയാണ്. യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ആരും ചെയ്ത് കാണത്തില്ല. അപ്പോൾ ഈ ഒരു ക്വാറൻറ്റൈൻ ടൈമിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച ഒരു ജീവിയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിൻ്റെ പേരെ വരത്തുള്ളൂ. കാരണം യൂട്യൂബിൽ തന്നെ ഞാനിപ്പോൾ ഒരു 10,000 വീഡിയോ കണ്ടു. ബക്കറ്റ് ചിക്കന് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വന്നത് എനിക്ക് തോന്നുന്നത് ക്വാറൻറ്റൈനൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചിക്കൻ്റെ വില ഒരു 10,000 1500 ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നിവിടെ ഒരു വെറൈറ്റി ചിക്കൻ, അതായത് നമ്മളിവിടെ ഒരു കോൺക്രീറ്റ് ചിക്കൻ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിക്കൻ നമ്മളൊരു 2-2.5 കിലോയുടെ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ചിക്കൻ മസാല, മുളക് പൊടി നമ്മളിവിടെ എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു നാരങ്ങ 2ആയിട്ട് കട്ട് ചെയ്തത്, നമുക്ക് നാരങ്ങ ഒരു ഫുൾ നാരങ്ങ വേണം. പിന്നെ കുരുമുളക് നല്ലപോലെ പൊടിച്ചത്, പിന്നെ ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. പിന്നെ നമ്മൾ കുറച്ച് റൈസ്, ബിരിയാണി റൈസും ഒരു മുട്ടയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് തരാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ചിക്കനാണ്. നമുക്കപ്പോൾ പ്രിപ്പറേഷനിലേക്ക് കടന്നേക്കാം. അത് നമുക്ക് ചിക്കന് വരയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിന് വേണ്ട ഒരു മസാലക്കൂട്ട് നമുക്കിവിടെ റെഡിയാക്കി എടുക്കാം. അതിന് നമുക്ക് ഇവിടെ എടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ചിക്കൻ മസാലയും, കുറച്ച് മഞ്ഞൾപ്പൊടി മതി. ഉപ്പ് ആവശ്യത്തിന് എടുത്താൽ മതി. നമുക്കിനി ചിക്കൻ അപ്പോൾ നമുക്ക് റൈസ് ആദ്യം കുറച്ച് ഇതിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. റൈസ് അപ്പോൾ നമ്മളിതൊരു പരീക്ഷണാർത്ഥം ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ട, നല്ല ചൂടാടാ, ഇടയ്ക്ക് വെന്തില്ലടാ. ഓക്കെ, നമുക്ക് ഈ മുട്ടയൊന്ന് അപ്പോൾ നമ്മളിവിടെ പുഴുങ്ങിയൊരു മുട്ട ഇതിലേക്ക് സ്റ്റഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മളിതൊരു പരീക്ഷണാർത്ഥം ചെയ്യുന്നതാണ്. ഇത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് ഈ വീഡിയോയ്ക്ക് അവസാനമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള റൈസ് കൂടെ അതിലേക്ക് സ്റ്റഫ് ചെയ്ത് സ്റ്റഫ്ഡ് ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ സ്റ്റഫ്ഡ് ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. മസാല മാരിനേഷൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഒരു 1/4 മണിക്കൂർ വെച്ചിട്ട് നമുക്കൊരു വാഴയിലിൽ പൊതിഞ്ഞിട്ട് ഫോയിൽ പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു അടുപ്പ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആ കോൺക്രീറ്റിൻ്റെ മിക്സ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ 4 കോൺക്രീറ്റിൻ്റെ കട്ട, അതായത് ഫോളോ ബ്രിക്ക് കട്ട എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. അത് നമുക്കിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. Okay,
നമ്മളപ്പോൾ ഈ കട്ട ഇങ്ങനെ അടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ചിക്കൻ വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ മണ്ടഭാഗം ഒരു സൈഡ് നമുക്ക് അടയ്ക്കണം. ഓക്കെ, ഇത്രയും ഭാഗം അടച്ച്. അപ്പോൾ നമ്മളിവിടെ ഒരു ഏകദേശം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ അടുത്തായി. 1 മണിക്കൂർ നമ്മളിത് വെച്ചിട്ടുണ്ട്. വെച്ച ശേഷം നമ്മളിതൊരു വാഴയില, നല്ലപോലെ വാട്ടിയെടുത്ത വാഴയിലക്കകത്ത് വെച്ചിട്ട് നമുക്കിതിൽ നിന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചിക്കനെ മനോഹരമായ രീതിയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഈ ഒരു കോൺക്രീറ്റ് അകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിനി ബാക്കി അടയ്ക്കണം. ഓക്കെ, നമ്മളപ്പോൾ ഇത് സക്സസ്ഫുള്ളി ഇവിടെ വെച്ചിരിക്കുകയാണ്. നമ്മളൊരു കട്ടയും കൂടെ വെച്ച് ഇവിടെ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിത് മൊത്തത്തിൽ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ള് നമുക്കൊന്ന് തേച്ച് കൊടുത്തിട്ട് തീയിടാം. ഓക്കെ, ഓക്കെ, നമുക്ക് ഈ ഗ്യാപ്പ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിത് ഐശ്വര്യമായിട്ട് തീ കൊടുക്കാം. ചൂടാവുന്നില്ലുണ്ടോ? അപ്പോൾ നമുക്കിത് പൊക്കി നോക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ ചുട്ടെടുത്തത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ വെന്തോ ഇല്ലയോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ഓക്കെ, എപ്പോഴും അവിടുത്തെ നമ്മളിത് കാട്ടിലൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പം കാട്ടുകൂതി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് കളഞ്ഞിട്ട് കഴിക്കാം. ഇല്ലെന്നുണ്ടല്ലോ ഉണ്ടല്ലോ കഴിക്കുന്ന ആൾ പിന്നെ കാണത്തില്ല. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കുറച്ച് റൈസൊക്കെ എടുത്തിട്ട് കൊള്ളാം കേട്ടോ. നല്ലപോലെ വെന്തിട്ടുണ്ട്. എൻ്റെ ആ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ആ മസാലയുടെ മാരിനേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ റൈസ് അകത്ത് നല്ലപോലെ വെന്തിട്ടുണ്ട്. റൈസ് നമ്മൾ പകുതി വേവിച്ചാണ് വെച്ചത്. അതാണ് സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്.
അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പം നോക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മാരിനേഷൻ എല്ലാം കറക്റ്റ് അറിയണം, ഇല്ലെന്നുണ്ടെങ്കിൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ തീ ഇടുമ്പോൾ നല്ല രീതിയിൽ തീ ഇടണം. നമ്മളിപ്പം കുറേ നേരം ഇപ്പോൾ ഒരു 1/4 മണിക്കൂറോളം നമ്മൾ നല്ല രീതിയിൽ തീ ഇട്ടിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ നമ്മൾ വേവിച്ചെടുത്തത്. അപ്പം നല്ല അടിപൊളിയായിട്ട് എല്ലാവരും വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് വരെ തൽക്കാലത്തേക്ക് ബൈ.